പക്രു പക്രു ഞാൻ വിളിച്ച ഇത്രയും അനുസരണയോടെ നമ്മളെ തന്നെ എൻ്റെ മക്കൾ പോലും വരില്ല കേട്ടോ. പക്രുവിന്ന് എവിടെ നിന്നുകൊണ്ട് ഒറ്റ വിളി വിളിച്ചാലും മതി, അവൻ ഓടി വന്നോളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പക്രുവിൻ്റെ വാക്സിനേഷൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയി രാവിലെ തന്നെ ചേട്ടൻ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കോതിക്കെട്ടി സെറ്റാക്കി അവന് ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തേ. പിന്നെ അവൻ്റെ വാക്സിനേഷൻ്റെ ബുക്കും എടുത്തിട്ട് നേരെ പോവുകയാണ് കേട്ടോ. ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പോകാനാണ് അവന് ഏറ്റവും ഇഷ്ടമെന്ന് പറയണത്. അങ്ങനെ പോണ വഴിക്ക് തന്നെ ചിറ്റപ്പന് വേണ്ടിയിട്ടുള്ള ചോറൂടെ കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ കുഞ്ഞേരെ വീട്ടിലോട്ട് ഓടി വന്നതാണ് കേട്ടോ. അവൻ കുഞ്ഞേരെ വീട് കണ്ടില്ലല്ലോ, അങ്ങനെ ആദ്യമായിട്ട് അവൻ അങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ചിറ്റപ്പൻ്റെ ചോറും കൊണ്ട് തൂക്കിയിട്ട് നേരെ പക്രുവിന് വാക്സിനേഷൻ എടുക്കാനുള്ള ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ട് തുണ്ടൊക്കെ എഴുതിയതിന് ശേഷം അവൻ്റെ മെഡിസിൻ വെളിയിൽ നിന്ന് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വെളിയിലോട്ട് പോയപ്പോൾ എൻ്റെ കൂടെ പാവം മര്യാദയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. വന്നതും പിന്നെ അവൻ ഇഞ്ചക്ഷൻ വയ്ക്കാനാണെന്ന് മനസ്സിലായി. പാവം പിടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നേ. അപ്പോൾ എന്തായാലും സങ്കടം തോന്നി കേട്ടോ പക്രുവിൻ്റെ വിളി കേട്ടപ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ ഞങ്ങളുടെ കുഞ്ഞും വാക്സിനേഷൻ വിശേഷ കഥകൾ. അപ്പോൾ അത്രയുള്ളൂ.